എന്ന വിലയിരുത്തലിന് പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാവുകയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന കെ സുധാകരന്റെ അഭിപ്രായത്തിൽ തെറ്റില്ല എന്ന കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. എറണാകുളം നമ്മളിപ്പോൾ കേട്ടത് കോൺഗ്രസിലെ വടംവലിയാണ്. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശനെ ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ഒരാളല്ല. എങ്കിലും പാടത്ത് രാപ്പകലില്ലാതെ ജോലി ചെയ്ത് കരക്ക് കയറി നിന്ന് കാണിക്ക് പൈസ കൊടുത്ത് കൂലി കൊടുത്തിട്ട് ജോലി ചെയ്തവൻ കൂലി കൊടുക്കാത്ത ഒരു സംവിധാനമാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാടെ തകർന്നടിയുന്നത്. അതിലൊരു സംശയമില്ല. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് കർണാടകയിലാവട്ടെ, അതല്ല മധ്യപ്രദേശിലാവട്ടെ, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ സ്ഥലങ്ങളിലും കോൺഗ്രസ് തകർന്നത് ജോലി ചെയ്ത ആളുകൾക്ക് സ്ഥാനം കൊടുക്കില്ല. എന്നിട്ട് ആരെങ്കിലുമൊക്കെ കരക്ക് കയറി ഈ വേണുഗോപാലിനെ പോലെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അവർ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം വരും, അവർക്ക് സ്ഥാനം കൊടുക്കും. കാര്യം എന്തായാലും വി.ഡി. സതീശൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഡീലൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ സംഭവം ശരിയാണ്. ഡീൽ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ അവൻ്റെ കുരുട്ടുബുദ്ധിയാണ്. അത്രമാത്രം കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് അവൻ ആ പാർട്ടിയെ ഈ കോലത്തിൽ വിജയിപ്പിച്ചിട്ട് ഒരു ഇതും അപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനം വേറെ ആളുകളെ കാത്തിരിക്കുകയാണ്. അവന് കയ്യോടെ ആ ചന്തിയും കൈയിരിക്കുകയാണ് ആ കസാരയിൽ ചെന്നിരിക്കാൻ. വളരെ കേമള പരിപാടിയാണ്. ഇനിയിപ്പം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് അവനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചാൽ ജനം വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ആളുകൾ കേരളീയർ എന്ന് പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യ പോലുള്ള വിഡ്ഢികളൊന്നുമില്ല. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല തലച്ചോറുള്ള ആളുകളാണ് കേരളീയർ. ആ കേരളീയർ 8ന്റെ പണി കൊടുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇന്ന് ജോലി ചെയ്യും, ഞാൻ അംഗീകരിക്കുന്ന ആളല്ല വി.ഡി. സതീശൻ, എങ്കിലും പറയാണ് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹമായ ആൾ. ആ ആളിന് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. വേറെ ഒരാളിനും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പാടില്ല. കാരണം അദ്ദേഹമാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതും ആ പാർട്ടിയെ ഈ കോലത്തിലാക്കിയതും. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് UDF തോറ്റാൽ വനവാസത്തിലേക്ക് പോകുന്നവർ. അതൊക്കെ ആരാ പറയാം? അത്രമാത്രം കോൺഫിഡൻറ്റോടെ കൂടെ ഈ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് എന്നാണ് ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആ ആഗ്രഹം തന്നെയാണ് കോൺഗ്രസിൻ്റെ മേൽപ്പത്തുള്ള ഡൽഹിയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ഉള്ള ആളുകൾ നിറവേറ്റേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.